ഹേയ് ഗടികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദിനേശ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ റിവ്യൂ പറയാനായിട്ടല്ല, നേരെ മറിച്ച് ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടാണ്. വൈ പുഷ്പ 2 ദ റൂൾ ബിക്കം എ ഫ്ലോപ്പ് ഇൻ മലയാളം ഇൻഡസ്ട്രി? അതായത് കുറേ വർഷങ്ങളായി അല്ലു അർജുന് നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള, നല്ല രീതിയിൽ ആരാധക പിന്തുണയുള്ള പുഷ്പ 1 വരെ ഇത്രയധികം വിജയിച്ച, ഈവൻ പുഷ്പ 1 ഇറങ്ങിയ സമയത്ത് പലതരം പ്രശ്നങ്ങളുണ്ടായിട്ടും അത് ഈ കേരളത്തിൽ ഹിറ്റായിരുന്നു. അങ്ങനെയുള്ളൊരു ഇതിൽ നമ്മുടെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ എങ്ങനെ കേരളത്തിൽ ഫ്ലോപ്പായി എന്നുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രം കാണാം, ആരെയോ കുറ്റപ്പെടുത്താനോ അതിൻ്റെ ഇതിൽ മാത്രം പറയാനല്ല. സോ ഒന്നാമത്തെ മെയിൻ റീസൺ എന്ന് പറയാൻ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ മലയാളികൾ പൊതുവെ ഇപ്പോൾ ഏതൊരു സിനിമ കണ്ടാലും റിവ്യൂ നോക്കിയിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോവുക. ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ മലയാളം സിനിമ ഓർ റിവ്യൂ ഇൻഡസ്ട്രിയിൽ മെയിനിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് അശ്വന്ത് കോക്ക്, അതുപോലെ തന്നെ കോൾമി ഷസം, വേണമെങ്കിൽ നമുക്ക് വേറെ പേരുകളും പറയാം, പോപ്പ് പ്രീമിയർ, FRK ബോക്സ്, അങ്ങനെയുള്ള ചാനൽസ് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരൊക്കെ ഈ സിനിമയ്ക്ക് നെഗറ്റീവാണ് പറഞ്ഞത്. അത് ഒരു മെയിൻ റീസണായിട്ട് നമുക്ക് പറയാം. വേറെ ഒരു റീസൺ പറയുന്നത്, ഞാൻ കുറച്ച് കമൻറ്റ് ബോക്സുകളിൽ കണ്ടൊരു റീസണാണ്, നമ്മൾ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ്, മലയാളികൾ പൊതുവെ ബ്രേവ് ആയതുകൊണ്ടും ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടുമാണ് പുഷ്പ 2 മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് കുറച്ച് പേര് ഞാൻ പറയുന്നത് കേട്ടു. നമ്മളെന്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഇൻ്റലിജൻ്റ് ആവുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ റീസൺസ് എനിക്കറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താ മലയാളിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതുണ്ടോ? നമ്മളും ഇന്ത്യക്കാർ തന്നെയാണ്, നമ്മളൊരു ഇത് തന്നെയാണ്. എന്ത് വന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ ചേർക്കാൻ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാവും, ഞാൻ അത് പറയുന്നില്ല. ബട്ട് നമ്മുടെ സിനിമ അത് വേറെ തന്നെയാണ്. കാരണം നമ്മുടെ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന സിനിമാ രീതികൾ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തമിഴന്മാർ കണ്ട പോലത്തെ സിനിമകളല്ല നമ്മൾ കാണുന്നത്. അവർക്ക് കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമകൾ നമ്മൾക്ക് അത്ര ദഹിക്കാത്ത രീതിയിലുള്ളതാണ്. കാരണം നമ്മൾ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഇതാകുന്നത്. അത് ഞാൻ നല്ല രീതിയിൽ തന്നെ അഗ്രി ചെയ്യുന്നു. ബട്ട് പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെന്നും അതൊരു തെലുങ്ക് മൂവിയാണെന്നും അത് കൂടുതലും ഇന്ത്യയിൽ എല്ലാവർക്കും എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ഒരു സിനിമയാണെന്ന് അതിൻ്റെ ട്രെയിലറും ടീസറും എന്തിനും ഒരു പോസ്റ്റർ വരെ നമുക്ക് ഉറപ്പാക്കി തരുന്ന കാര്യം തന്നെയാണ്. സോ എന്തുകൊണ്ടാണ് ഇത്രയായിട്ട്? അത് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ കാര്യം നമ്മൾ ഒഴിച്ചു നിർത്തിയാൽ കൂടി തെലുങ്കാനയിൽ വരെ നമുക്ക് പറയാവുന്ന അല്ലു അർജുൻ ജയിലിൽ വരെ കിടക്കേണ്ട അവസ്ഥയാണ്. അറിയാത്തവർ ചുരുക്കമാണെന്ന് തോന്നുന്നു. കാരണം അല്ലു അർജുൻ്റെ ഞാൻ ചുരുക്കി പറയാം, അതായത് പുഷ്പയുടെ ഒരു ഫസ്റ്റ് ഡേ ഒരു പ്രീമിയർ ഷോ നടന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അല്ലു അർജുനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ആരാധകർ ചവിട്ടുകൊണ്ട് മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ പല സംഭവങ്ങളും നമ്മുടെ ഇന്ത്യൻ സിനിമ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുള്ളത് തന്നെയാണ്. ഇത് പുതിയൊരു സംഭവമല്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരു മനുഷ്യജീവനും ഇതിനൊക്കെ അതിൻ്റേതായ വിലകൾ തന്നെയുണ്ട്. അത്രയ്ക്കും ഒരു മോശം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. സോ അതിൻ്റെ പേരിൽ അല്ലു അർജുനെ ജയിലിൽ ഇടുകയാണ് ചെയ്തത്. സോ അല്ലു അർജുൻ എന്ന് പറയുന്ന ഇത്ര വലിയൊരു സ്റ്റാറിനെ ജയിലിലിടാൻ തക്കത്തിൽ ഒരു കുറ്റം ആണോ എന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ജാമ്യം വരെ കിട്ടിയിട്ട് അതിൻ്റെ പേരിൽ എന്തോ ഒപ്പിട്ടിട്ടില്ല, ചെറിയ ചെറിയ റീസൺസ് വരെ കൃത്യമായിട്ട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത്ര അടുത്ത് നിൽക്കുന്ന ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എങ്ങനെ ചിന്തിക്കുക, ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. മോഹൻലാലിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം എന്ന് പറയുന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ അത്ര നമ്മൾ ജയിലിലിടും. അത്ര ചിന്തിച്ചാൽ മതി, അത്രയും സ്റ്റാർഡമുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ഈവൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ കയറിയിട്ട് പോലീസുകാർക്ക് അല്ലു അർജുനെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടുവന്നിരുന്നത്. സോ വൈ ദിസ് മച്ച് ഹെയ്റ്റ് ഫോർ എ മൂവി? എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഡയറക്റ്റ് അങ്ങനെ ആർക്കും കണക്റ്റ് ആയില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാകുന്നതാണ്. ഈ വർഷം 2024 എന്ന വർഷം ബിഗ് സ്റ്റാർസിന് എല്ലാവർക്കും നല്ല കട്ട ഡിസാസ്റ്റർ മൊമെൻറ്റ്സ് ആയിരുന്നു സമ്മാനിച്ചത്.
ഫോർ എക്സാമ്പിൾ കമലഹാസൻ ഇന്ത്യൻ 2, സൂര്യക്ക് കങ്കുവ, അതുപോലെ തന്നെ വിജയിന് ഗോട്ട്, ജൂനിയർ NTRന് ദേവര. അതൊക്കെ പറയാമല്ലോ നമുക്ക്. ഈ സിനിമകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെങ്കിലും ബോക്സ് ഓഫീസിൽ നല്ല അലമ്പ് പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ സ്വന്തത്തിലും ഇതിലൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു ഇതിൽ ഫാൻസിന് അതിൻ്റേതായ ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഈ വർഷം അവസാനമായപ്പോൾ പുഷ്പ 2 അത് തന്നെ ഇപ്പം അത് ഇത്ര നല്ല രീതിയിൽ വിജയിക്കുന്നു. കാരണം ആ സിനിമയ്ക്ക് അത്ര എടുത്ത് പറയത്തക്ക, ഞാൻ പറയുന്നത് അത്ര നല്ല വലിയ സംഭവം, അത്ര നല്ല സിനിമ ഒന്നാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഒരു 3.5 മണിക്കൂർ എൻഗേജ് ചെയ്ത് നമ്മളെ ലാഗില്ലാതെ ആ സിനിമയുടെ ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മൾ ഇതാക്കുന്നതല്ലേ അതിനൊരു സിനിമ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലാഗ് അടിച്ച് കണ്ട കഥ പ്രെഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് മോസ്റ്റ്ലി നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് നമ്മളെ കൊല്ലുന്നത്. ഫഹദ് ഫാസിലിനെ ബൻവീർ സിംഗ് ഷിക്കാവത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ കൊടൂര് സൈക്കോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ആള് കോമഡി ആയെന്നാണ് പലരും പറഞ്ഞത്. ബട്ട് ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഈഗോസ്റ്റിക് ക്യാരക്ടറും ആ ഒരു ഇതൊക്കെ ഫഹദ് ഫാസിലിനെ പോലത്തെ ഒരു ആക്ടറിനല്ലാതെ ഒപ്പിയെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നു. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഇന്നാളൊരു ചാനലിൽ കണ്ടൊരു വീഡിയോ ആണ്, നമ്മൾ ബാലയുടെ ഒക്കെ സിനിമകൾ നമ്മൾ ഒരുപാട് ഹേറ്റ് ചെയ്യുന്നുള്ള കാര്യം. അതായത് നമ്മൾ കൂടുതലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലും നോർമലായിട്ടുള്ള, അതായത് ഫീൽ ഗുഡ്, നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ കുമ്പളങ്ങിനായിട്ട് അതുപോലത്തെ, അതായത് റോ ആയിട്ടുള്ള നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ പോലത്തെ റോ ആയിട്ടുള്ള സിനിമകളാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുക കാണാനായിട്ട്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ തെലുങ്ക് സിനിമകളും തമിഴ് സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും അതുപോലെ തന്നെ ഉള്ള സ്റ്റോറി ലൈനൊക്കെ ആയിട്ടാണ് ഈ സിനിമകൾ മുന്നോട്ട് പോകുന്നത്. ബട്ട് നമ്മളങ്ങനെ നോക്കുമ്പോൾ ഒരു ആർട്ട് എന്ന രീതിയിൽ അതിനെ നോക്കി കാണുന്ന സമയത്ത് നമുക്ക് അത് നമ്മുടെ ഒരു റിയാലിറ്റീനെ ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം. അതായത് നമ്മളൊരു 3.5 മണിക്കൂർ നമുക്കൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സിനിമ കാണുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുന്നേ സ്ട്രെസ് റിലീഫ് എൻ്റർടൈനർ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മൾ ആസ്വദിച്ച് പറഞ്ഞിടി ചാടിക്കുത്ത് അത് നമ്മൾ മലയാളികൾക്ക് കണ്ട് ശീലമില്ല. പക്ഷേ അങ്ങനെ ഒരു സിനിമ എന്ന് അറിഞ്ഞിട്ട് കൂടി ഈ സിനിമേനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നുള്ളതാണിത്. പിന്നെ അതിൽ വന്നിട്ടുള്ള വേറെ അമ്പലങ്ങളും കാര്യങ്ങളായിട്ടുള്ള, അതായത് ദൈവികത, ആ ഒരു സംഭവങ്ങളായിട്ട് നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് കൂടുതൽ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സീനാണ്. നമ്മളിപ്പോൾ അതാക്കണമെങ്കിൽ പുഷ്പയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്നത് ആ സൈഡിലാണ്. പിന്നെ അപ്പോൾ മൂവി ടീം എന്തായാലും അത് നോക്കുള്ളൂ. മലയാളത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ കൂടിപ്പോയ ഒരു 50 കോടി കിട്ടുള്ളൂ. അപ്പോൾ ആരെയാണ് സാറ്റിസ്ഫൈ ചെയ്യാൻ കൂടുതൽ നോക്കുക? നിങ്ങളൊരു ഇതാണെങ്കിൽ കൂടി അങ്ങനെയും കൂടി ചിന്തിക്കുക. പക്ഷേ ഈ സിനിമയ്ക്ക് ഇപ്പോഴും ഇത്ര ഹേറ്റ് വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞൊരു കാരണമാണെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് അൻറ്റിൽ തന്നെ വിച്ച് സൈനിങ് ഓഫ്. ബൈ.